ആംഗലേയ ഭാഷാ വിരോധിയായി പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന മാതൃഭാഷാ സ്നേഹിയായ ഇവനാണ് ഈ കഥയിലെ നായകൻ. തനിക്ക് വഴങ്ങാത്ത കാര്യങ്ങളിൽ കുറ്റം കണ്ടെത്തി ന്യായം പറയുന്ന ഒരു സാധാരണ മലയാളിയുടെ പ്രതിനിധി. പക്ഷേ അതിജീവനത്തിൻ്റെ കാര്യത്തിൽ കാണാത്ത ലോകത്തും കേൾക്കാത്ത ഭാഷയിലും ജീവിക്കുവാനുള്ള മനക്കരുത്ത് എന്നും മലയാളിക്കുണ്ട്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വിധി ഇവനു വേണ്ടി ഒരുക്കി വെച്ചതും അങ്ങനെയൊരു ലോകമായിരുന്നു. ചിരികൊണ്ട് കണ്ണാടി കവിളത്ത് തിരയിടുമേഴുനിറം അവിടെ എവിടെങ്കിലും ഉണ്ടാവും. ആ ചാർലി അവിടെ പോയി. 2 പാട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്നായിരുന്നല്ലോ. എന്നിട്ട് ആ ജോസ് പ്രകാശിന്റെ ഗൗണിട്ടിട്ട് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഞാനിപ്പോ മാറ്റി കൊടുത്ത് വിട്ടു. ഇത് അപ്പുറത്തെ കണ്ടോ നോക്കി. ചാർലി, വെൽക്കം മിസ്റ്റർ ടീം മാനേജർ. താങ്കൾക്ക് എന്റെ കൊള്ള സംഗീതത്തിലേക്ക് കടന്നു വരാം. ജോസ് പ്രാശിന്റെ പുറം മാന്തി കൊടുക്കാൻ പറഞ്ഞു. ചാറിയുടെ പുറമൊന്നും മാന്തി കൊടുക്കാൻ പറഞ്ഞേ. ഒരു സഹായം ചെയ്യാൻ പാടില്ല. ഹലോ മിസ്റ്റർ ടീം മാനേജർ. പറഞ്ഞത് 6 മാസം കൂടുമ്പോഴെങ്കിലും എന്റെ ഈ ഗൗൺ നൽകിയിടാൻ നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഈ ടീം മാനേജർ എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി തീരും. മിസ്റ്റർ വില്ലേജ് ക്രൂസ് രവി പെരേര, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ മരണത്തിന്റെ മണിമംഗല്യം മുഴങ്ങും. ഈ പാട്ട് കഴിഞ്ഞാൽ നിന്റെ ഐറ്റം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിന്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ ആരും കാണാതെ നീ മുങ്ങിക്കോണം. എന്നോട് പോലും യാത്ര പറയാൻ നിൽക്കണ്ട. കുഴപ്പാവൂരേട്ടാ. എടാ, ഞാൻ ഇതുപോലെ അന്യരാജ്യത്ത് ജോബ് വിസ ഇല്ലാതെ 4 പേരെ ബുക്കിയിട്ടുള്ളതാ. അതിൽ 3 പേര് ഇപ്പൊ നല്ല നിലയില്ല. ബാക്കി ഒരാളോ? അയാള് ജയിലില്ല. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കില്ല രവിയേട്ടാ. എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ധൈര്യം ഉണ്ടാക്കിയേ പറ്റൂ. ഞാൻ നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്, അല്ലാതെ കാജിന് വേണ്ടി മാത്രമൊന്നുമല്ല. പിന്നെ അതെനിക്കറിയാം. അതെ, ജോലിയുടെ കാര്യം ഇവിടെ ഓക്കെ ആണല്ലോ അല്ലേ? അതെല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിനക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷയൊന്നും അറിയില്ലല്ലോ. മലയാളം തന്നെ ഇടയ്ക്ക് തെറ്റി പോണു. പിന്നെയാണ് വേറെ ഭാഷ. ഇവിടുത്തെ ഭാഷ സ്പാനിഷാ. സ്പാനിഷാണോ? എന്താ അറിയോ? ഇങ്ങനെ ഒരു ഭാഷയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒരു ഭാഷയെ അറിയാത്തോണ്ട് ഇവിടെ എന്ത് ഭാഷയിലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവില്ല, അവർ പറയണ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ എന്താ പ്രശ്നം? ഈ 3 കടലാസ് കഷ്ണങ്ങൾ പാസ്പോർട്ട് പോലെ നീ സൂക്ഷിക്കണം. നിനക്ക് പോകാനുള്ള സ്ഥലം സ്പാനിഷ് ഭാഷയിൽ എഴുതിയതാണ് ആദ്യത്തെ കടലാസ്. അതിൽ ഞാൻ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ടാക്സിക്കാരനെ കാണിച്ചാൽ അയാൾ നിന്നെ അവിടെ കൊണ്ടിറക്കും. അയാൾക്ക് നീ ഇതിൽ നിന്ന് 5 യൂറോ കൊടുക്കണം. രണ്ടാമത്തെ ഈ കടലാസ് നിനക്ക് കാണാനുള്ള സായിപ്പിന്റെ അഡ്രസ്സാ. അതാരെ കാണിച്ചാലും സായിപ്പിന്റെ വീട് നിനക്ക് കാണിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ ഈ കത്ത് സായിപ്പിന് കൊടുക്കണം. സായിപ്പ് ഉടനെ നിന്റെ ജോലി ശരിയാക്കി തരും. രവിയേട്ടാ, ഒന്നും ഇങ്ങോട്ട് വന്നേ. അപ്പുറത്ത് ഞാൻ വരാം. കർത്താവേ, സ്പെയിനിൽ എന്നെ വഴിതെറ്റിക്കാതെ കാത്തോളണേ. എന്തിനാ നിങ്ങൾ തമിഴിലാണോ? നന്ദി. ആയിക്കോട്ടെ. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ താങ്ക്സ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഗ്രാസിയസ്. ഗ്രാസ് എന്ന് പറയുമ്പോൾ പുല്ല്. കൊടുത്ത കാശ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ പുല്ലെന്ന് വിളിച്ചായിരിക്കും.
എന്തെങ്കിലും ആവട്ടെ, ആരും കേട്ടില്ലല്ലോ. രാത്രി 9 മണിയായിട്ട് പകൽ വെളിച്ചം പോയിട്ടില്ല. സൂര്യൻ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. സ്ഥലം എത്തി, ഇനി ഇതിൻ്റെ ആവശ്യമില്ല. എവിടെ കളയുന്നത്, എവിടെ കിടക്കട്ടെ. ഓ, സ്പാനിഷ്. ഇയാൾക്കിത് മലയാളത്തിൽ എഴുതിയാൽ പോരായിരുന്നു. ഇനി അഡ്രസ് ആരോട് ചോദിച്ചാൽ പോലെ 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 അത് ശരി, പള്ളിക്കകത്തിരുന്ന് എനിക്ക് പണി തരുമല്ലേ? എന്നെ അങ്ങ് അടിച്ചു തരാം. എന്നെ പെരുവഴിയിലാക്കല്ലേ ഈശോയെ. എങ്ങനെയൊന്ന് എടുക്കുക, ഈ നാട്ടിലൊരു കമ്പും പോലുമില്ലേ. ആ ദ്രോഹി ഇതിന്റെ അപ്പുറം അഡ്രസ് പോലും എഴുതിയിട്ടില്ല. എന്തൊരു കഷ്ടമാണ് ഈശോയെ. ഇടിച്ചോണ്ട് ഇടിക്കരുത് പറയാൻ പോലും അറിയില്ല എന്റെ അമ്മച്ചി. എന്തൊരു ചെയ്ത്തായി പോയ എന്റെ കർത്താവേ. പൈസ എന്നെ പിച്ചക്കാരനായിട്ട് തോന്നിക്കാണോ?